നമ്മുടെ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് രണ്ടാമതൊരു ബിഗ് സല്യൂട്ട് കൂടി. ആദ്യത്തേത് ഓപ്പറേഷൻ തൂഫാൻ എന്ന അദ്ദേഹത്തിൻ്റെ മയക്കുമരുന്നിനെതിരെയുള്ള യുദ്ധപ്രഖ്യാപനത്തിനാണെങ്കിൽ രണ്ടാമത്തെ സല്യൂട്ട്, ബിഗ് സല്യൂട്ട്, പോലീസ് സ്റ്റേഷനുകളിൽ കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ നീക്കം ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ പുതിയ ആശയത്തെക്കുറിച്ചാണ്, ആശയത്തിനു വേണ്ടിയാണ്. ഒരു രാഷ്ട്രീയക്കാരനോട് ഏറെ മതിപ്പ് തോന്നിപ്പിക്കുന്ന ഇത്തരമൊരു അനുഭവം മുമ്പ് അപൂർവമായിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. എത്രയോ വർഷങ്ങളായി എത്രയോ പോലീസ് സ്റ്റേഷനുകളുടെ പരിസരവും അവയുടെ മുറ്റവും സ്ക്രാപ്പ് വാഹനങ്ങളെ കൊണ്ട്, തുരുമ്പെടുത്ത നൂറുകണക്കിന് വാഹനങ്ങൾ കൂട്ടിയിട്ട് സ്ഥലപരിമിതി ഉണ്ടാക്കി, പരിസര മലിനീകരണം ഉണ്ടാക്കി, കാടുകയറി ഇഴജന്തുക്കളും മറ്റ് ക്ഷുദ്രജീവികളും കൂടുകൂട്ടിയ ഒരവസ്ഥയിലാണ് നാം കണ്ടുവരുന്നത്. 2018 ഒരു കണക്കനുസരിച്ച്, ഏകദേശ കണക്കനുസരിച്ച് കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ ഇതുപോലെ കെട്ടിക്കിടക്കുന്ന 40,000 വാഹനങ്ങൾ, അതൊരു കണക്കാണ്, ഏകദേശ കണക്ക് മാത്രമാണത്, ഉണ്ടെന്നാണ് വെപ്പ്. അതിൽ തന്നെ 14,000-ഓളം എണ്ണത്തിന് ഒരവകാശികളുമില്ല. മറ്റു ചിലത് കേസിൽ കുടുങ്ങിക്കിടക്കുന്നവയാണ്. ചിലതെല്ലാം കേസിന്റെ അവസാനം തുരുമ്പെടുത്തിട്ടുണ്ടെങ്കിലും നീക്കം ചെയ്യാൻ സാധ്യതയുള്ളവയാണ്. എങ്കിലും ഒരു തരത്തിലും നീക്കം ചെയ്യാൻ സാധ്യതയില്ലാത്ത വെറും സ്ക്രാപ്പ് മാത്രമായ തുരുമ്പെടുത്ത 14,000 ഉണ്ടെന്നാണ് ഏകദേശമായ 2018 എടുത്ത ഒരു കണക്കനുസരിച്ച് പറയുന്നത്. എത്രയോ കോടികൾ വിലമതിക്കുന്ന വാഹനങ്ങളാണ് ഈ രീതിയിൽ, ആരുടെയോ ആകട്ടെ, രാഷ്ട്രത്തിൻ്റെതാണല്ലോ, പൊതുമുതലാണല്ലോ, തുരുമ്പെടുത്ത് ഒരു ഉപകാരവുമില്ലാതെ എന്നാൽ വലിയ തരത്തിലുള്ള, വലിയ തോതിലുള്ള ഉപദ്രവകരമായ രീതിയിൽ സ്റ്റേഷൻ പരിസരങ്ങളിൽ കുന്നുകൂടി കിടക്കുന്നത്. ജങ്ക് വാഹനങ്ങളുടെ കൂമ്പാരം എന്നാണ് ഇതിന് മറ്റൊരു പേര്. ഇത് മുഴുവൻ നീക്കം ചെയ്ത് പോലീസ് സ്റ്റേഷൻ പരിസരങ്ങൾ ശുചീകരിച്ച് കൂടുതൽ പരിസ്ഥിതി സൗഹൃദപരമാക്കാനും കൂടാതെ മറ്റനേകം ബൃഹത്തായ പദ്ധതികൾ ഇതോടനുബന്ധിച്ച് ആസൂത്രണം ചെയ്തിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത്. ഇതെല്ലാം ഒരു നിശ്ചിത പദ്ധതിയുടെ പേരിലാണ് ആവിഷ്കരിച്ച് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ പദ്ധതിക്ക് പേരിട്ടിരിക്കുന്നത് സ്പേസ് എന്നാണ്. സ്ക്രാപ്പ് പ്രോസസ്സിംഗ് ഫോർ ഏരിയ ക്ലീനപ്പ് ആൻഡ് എൻഹാൻസ്മെന്റ്, ഇതാണ് അതിൻ്റെ പൂർണ്ണരൂപം. ഈ ഇനിഷ്യേറ്റീവിൻ്റെ പേര് സ്പേസ്, ചുരുക്കപ്പേര് സ്പേസ് എന്നും. ഈ പ്രോജക്റ്റ് കേന്ദ്ര സഹായത്തോടു കൂടിയാണ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് സംസ്ഥാനത്തെ മുഴുവൻ സ്റ്റേഷനുകളും ശുദ്ധീകരിക്കുക, ലേലം ചെയ്യേണ്ട വാഹനങ്ങൾ ലേലം ചെയ്യുകയും ബാക്കിയുള്ളവ സ്ക്രാപ്പ് ചെയ്യേണ്ടവ സ്ക്രാപ്പ് ചെയ്യുകയും എന്ന ഒരു വലിയ പദ്ധതിയാണ് ഇതിൻ്റെ പേരിൽ ആവിഷ്കരിച്ചിട്ടുള്ളത്. KPHCC, കേരള പോലീസ് ഹൗസിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ, അതിൻ്റെ നേതൃത്വത്തിലാണ് ഈ പദ്ധതി നടപ്പിലാവുക. DGPയുടെ മേൽനോട്ടത്തിൽ, കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ സഹായത്തോടു കൂടി. ഇത്രയും കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ആശ്വാസം തോന്നുന്നു. പക്ഷേ ഇനി ഇവിടുന്ന് അങ്ങോട്ടാണ് ഇതിൻ്റെ കുരുക്ക്. ഒരു പക്ഷേ അതില്ലാതിരിക്കട്ടെ. കാരണം എത്ര ഇച്ഛാശക്തിയുള്ള, ആത്മാർത്ഥതയുള്ള ഭരണാധികാരികളാണെങ്കിലും ഉദ്യോഗസ്ഥർക്ക് അതേ ആത്മാർത്ഥതയും ഇച്ഛാശക്തിയും ഉത്തരവാദിത്ത ബോധവും ഇല്ലെങ്കിൽ എത്ര മഹത്തായ പദ്ധതിയാണെങ്കിലും ശരി, എത്ര മനോഹരമായ ആശയമാണെങ്കിലും ശരി, അത് നടപ്പിലാവുകയില്ല. കുറഞ്ഞ പക്ഷം സമയബന്ധിതമായിട്ടെങ്കിലും അത് നടപ്പിലായില്ലെങ്കിൽ സത്യത്തിൽ അത്തരം പദ്ധതികൾക്ക് പ്രയോജനവും ഉണ്ടാവാറില്ല. ഇവിടെ പോലീസ് സ്റ്റേഷനിലെ വാഹനങ്ങളുടെ ഒരു വിഭാഗം ലേലം ചെയ്യാനും തീരെ അതിന് കൊള്ളാത്തവ, പാടെ തുരുമ്പെടുത്തവ സ്ക്രാപ്പ് ചെയ്യാനുമാണ് പദ്ധതി. KPHCC അതിൻ്റെ നേതൃത്വത്തിൽ, DGPയുടെ മേൽനോട്ടത്തിൽ ഇത് കാര്യക്ഷമമായി സമയബന്ധിതമായി നടപ്പിലാവുകയാണെങ്കിൽ വലിയ വിപ്ലവകരമായ ഒരു പരിഷ്കരണമായിരിക്കും അത് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇവിടെയുള്ള ആശങ്കകൾ എന്താണെന്ന് വെച്ചാൽ അതുകൂടി ഇവിടെ പങ്കുവെക്കുന്നത് അവസരോചിതമായിരിക്കും എന്ന് കരുതുന്നു. നമ്മുടെ നാട്ടിലെ ഹൈവേകൾക്ക് അരികിലുള്ള വൻമരങ്ങൾ ലേലം ചെയ്യുന്ന ഒരു പതിവുണ്ടായിരുന്നു പണ്ടൊക്കെ. ഇപ്പോൾ ഒരുപാട് മരങ്ങൾ പുതിയ ഹൈവേ വികസനത്തോടു കൂടി മുറിച്ചു മാറ്റപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ഇപ്പോഴും നിലനിൽക്കുന്ന റോഡുകളുമുണ്ട്. ഏതായാലും അത്തരം വൻമരങ്ങളുടെ ലേലത്തിൽ വലിയൊരു ജനക്കൂട്ടം കാണാം. മരച്ചുവടിൽ 1-2 ഉദ്യോഗസ്ഥർ വരുന്നുണ്ടാവും.
ഈ ലേലത്തിൽ ഒരു ഒത്തുകളിയാണ്. അതായത് 50,000-ഓ 60,000-ഓ രൂപ വിലയുള്ള മൂല്യമുള്ള ഒരു മരം 5,000-നോ 10,000-നോ ആണ് ലേലം ചെയ്യുക. എന്തിനാ? അവിടെ കൂടിയിരിക്കുന്ന ആളുകൾക്കെല്ലാം ഒരു ചെറിയ പങ്ക് ലഭിക്കും, കൂടാതെ ഉദ്യോഗസ്ഥന്മാർക്കും ഒരു പങ്ക് ലഭിക്കും. ഈ നിലയിൽ ഇത് വിറ്റുപോയിട്ടില്ലെങ്കിൽ ആ ലേലം മാറ്റിവെക്കുകയാണ് പതിവ്. ഒരിക്കലും അത് അർഹിക്കുന്ന മൂല്യത്തിന് ആ മരം വിറ്റുപോകാറില്ല, ലേലം ചെയ്യപ്പെടാറില്ല. ഇങ്ങനെ ഒരു ഒത്തുകളി പോലീസ് സ്റ്റേഷനുകളിലെ വാഹനങ്ങൾ ലേലം ചെയ്യുന്ന കാര്യത്തിലും ഉണ്ടായിക്കൂടുന്നില്ല. കാരണം നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് ഉദ്യോഗസ്ഥരെ നിലക്ക് നിർത്താനോ വരച്ച വരയിൽ നിർത്താനോ ഭരണാധികാരിക്ക് പരിമിതികളുണ്ട് എന്നുള്ളതാണല്ലോ വസ്തുത. അത്തരം ഉദ്യോഗസ്ഥ കെടുകാര്യസ്ഥതകളെ മുഴുവൻ അതിജീവിച്ചുകൊണ്ട് ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് ഈ കാര്യം നടപ്പിലാക്കാനായാൽ അത് അദ്ദേഹം ചരിത്രത്തിൽ ഇടം പിടിക്കും എന്നുള്ളതാണ് തോന്നുന്നത്. ഇതുപോലെ തുരുമ്പെടുത്ത നിരവധി കാര്യങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ഇനിയും പരിഹരിക്കാനായിട്ടുണ്ട്. മറ്റൊന്നാണ് ട്രാൻസ്പോർട്ട് ബസ്സുകളുടെ കൂമ്പാരമാണ് കിടക്കുന്നത് കട്ടപ്പുറത്ത്. കോടാനുകോടി മൂല്യമുള്ള ബസ്സുകൾ ചെറിയ ചെറിയ തകരാറിന്റെ പേരിൽ ഒരിക്കലും റിപ്പയർ ചെയ്യാനാവാതെ കട്ടപ്പുറത്ത് കയറ്റി കാട് പിടിച്ച് കിടക്കുകയാണ് തുരുമ്പെടുത്ത്. ഇതിനും ഒരു പരിഹാരം ഇതേപോലെ, അത് ട്രാൻസ്പോർട്ട് വകുപ്പാണോ മറ്റോ ആരാണ് അതിന് ഉത്തരവാദിത്തപ്പെട്ട വകുപ്പുകളെങ്കിൽ അവർ ചെയ്യണമെന്നുള്ളതാണ്. ഏതായാലും ഇത് നല്ലൊരു തുടക്കമാകട്ടെ. കേരളത്തിന്റെ പരിഷ്കരണത്തിൽ, പോലീസ് സ്റ്റേഷൻ നവീകരണത്തിൽ ഇത് വലിയൊരു തുടക്കം കുറിക്കുമെന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. ഇച്ഛാശക്തിയുള്ള ഭരണാധികാരികളും കാര്യക്ഷമതയുള്ള ഉദ്യോഗസ്ഥരും ആത്മാർത്ഥമായി സമയബന്ധിതമായി പരിശ്രമിച്ചാൽ പരിഹരിക്കപ്പെടാത്തതായി ഒരു പ്രശ്നവും നമ്മുടെ മുമ്പിൽ ഇപ്പോഴില്ല. ഏതായാലും ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഓപ്പറേഷൻ തൂഫാൻ പോലെ, ഈ സ്പേസ് പദ്ധതി പോലെ ഇനിയും കൂടുതൽ നല്ല പദ്ധതികൾ ആവിഷ്കരിച്ച് നല്ല നല്ല ആശയങ്ങൾക്ക് രൂപം കൊടുത്ത് കേരളത്തിൻ്റെ പുരോഗതിക്ക്, നവീകരണത്തിന് ഇടവരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. അതിനുള്ള വിജയം അദ്ദേഹത്തിന് ആശംസിക്കുകയും ചെയ്യുന്നു.